യാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു കർമ്മം. വളരെയധികം പണച്ചെലവുണ്ട്. ആ യാഗത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും പറഞ്ഞ് പല ഹോമദ്രവ്യങ്ങളും അഗ്നിയിൽ സമർപ്പിക്കും. അഗ്നി ഭഗവാനെ ഇത് കൊണ്ടുപോയി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ എത്തിക്കൂ എന്ന് പറഞ്ഞ് അഗ്നിയെ ഏൽപ്പിക്കുന്നതാണ്. വേറെ ആരുടെ അടുത്ത് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നെയ്യ് കോരി ഒഴിച്ചാൽ അഗ്നി ചിരിച്ച് അങ്ങനെ മകിഴ്ന്ന് ചിരിച്ചങ്ങോട്ട് പൊന്തും. ആ നെയ്യ് മുഴുവനും കത്തി അങ്ങോട്ട് കലാശിക്കും. ഒക്കെ വെണ്ണീറായി തീരും. അപ്പം നമ്മൾ കൊടുത്ത സാധനം അനുഭവിച്ചു എന്നൊരു കൃതാർത്ഥത നമുക്കുണ്ട്. അതാണ് അഗ്നിയെ കൂട്ടുപിടിച്ച അഗ്നികർമ്മങ്ങൾ നാം രൂപപ്പെടുത്തിയതും രേഖപ്പെടുത്തിയതുമെല്ലാം. പക്ഷേ അതല്ല യാഗത്തിൽ പ്രമാണം. യാഗത്തിൽ പ്രധാനമായിട്ടുള്ളത് ദാനമാണ്. നാം നമ്മുടെ സമ്പാദ്യം കൊണ്ട് ശേഖരിച്ചടിച്ച ഒന്നാം തരം ദ്രവ്യങ്ങൾ, നല്ല ദ്രവ്യങ്ങൾ സെലക്ട് ചെയ്ത് കടയിൽ പോയി മേടിച്ച് നിലത്ത് വയ്ക്കാതെ കൊണ്ടുവന്ന് ഭദ്രമായി സൂക്ഷിച്ച് വെടുപ്പാക്കി നല്ല പാത്രത്തിൽ നല്ല പശ്ചാത്തലത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി അങ്ങോട്ട് കൊടുക്കുകയാണ്. താങ്കളിത് കൊണ്ടുപോയി അനുഭവിക്കൂ. അതിലെനിക്ക് സന്തോഷമുണ്ട്, കൃതാർത്ഥതയുണ്ട്. എൻ്റെ കുടുംബവും വരും തലമുറയും അനുഗ്രഹീതമാകും. അതുകൊണ്ട് ദയവ് ചെയ്തത് സ്വീകരിക്കണമേ, ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞു വേണം കൊടുക്കാൻ. ഉപയോഗശൂന്യമായ വസ്തുക്കളെ അല്ല ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾക്കൊന്നിനും കൊള്ളാത്തത് ബാക്കിയുള്ളവർ കൊണ്ടുപോയി ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അവനവൻ കഴിക്കുന്നതല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അതിൽ വെച്ച് ഏറ്റവും മികച്ചതും നല്ലതും ശ്രേഷ്ഠവുമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. നല്ല പാത്രത്തിൽ, നല്ല മുഖത്തോടുകൂടി, നല്ല വാക്കുകളോടുകൂടി, നല്ല മനസ്സോടുകൂടി, സ്നേഹമസൃതമായി, ദിവ്യഭാവത്തോടുകൂടി, പരോപകാരം ഇങ്ങനെ നിറഞ്ഞു വഴിഞ്ഞു ഒഴുകണം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും. അങ്ങനെ വേണം ദാനം ചെയ്യാൻ. ആ വസ്തുക്കളാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതിൻ്റെ പുണ്യഫലങ്ങളും അനുഗ്രഹങ്ങളും ദാതാവിനുള്ളതാണ്. ദ്രവ്യം മാത്രമേ ബാക്കിയുള്ളവർക്കുള്ളൂ. ആ ദ്രവ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന പുണ്യഫലം കൊടുക്കുന്ന ദാതാവിനാണ്. ദാനം ബാക്കിയുള്ളവർക്കല്ല, ദാതാവിനെ അനുഗ്രഹിക്കാൻ. ഇത് നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം.